മണിക്കൂറിൽ 6200 കിലോമീറ്റർ വേഗത, 3500 കിലോമീറ്റർ ദൂരപരിധി. ഇന്ത്യയുടെ സമുദ്രാന്തർ ശക്തിക്ക് കരുത്തുപകരാൻ ഒരു വജ്രായുധം കൂടി. K4 മിസൈൽ. ചൈനയും പാകിസ്ഥാനും പോലെയുള്ള അയൽ രാജ്യങ്ങളുടെ ശത്രുതാപരമായ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഏത് പ്രകോപനത്തിനും, പ്രത്യേകിച്ച് ഭീകരാക്രമണങ്ങൾക്കുമെതിരെ നിർണായകമായ മറുപടി നൽകുമെന്ന നിലപാട് ഇന്ത്യ കാലങ്ങളായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സായുധ സേന നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ ഈ നിലപാടിന്റെ ശക്തമായ പ്രഖ്യാപനമായിരുന്നു. മുൻപ് സംയമനത്തിലൂന്നിയ പ്രതികരണ രീതിയായിരുന്നുവെങ്കിൽ ഇന്ന് കൃത്യവും ശക്തവുമായ മുന്നറിയിപ്പാണ് രാജ്യം ശത്രുക്കൾക്ക് നൽകുന്നത്. ഭീകരതയ്ക്ക് മുന്നിൽ രാഷ്ട്രീയമോ നയതന്ത്രമോ ഭാഷയ്ക്കപ്പുറം ആവശ്യമെങ്കിൽ ശക്തി പ്രയോഗിക്കുമെന്നതും ഇന്ത്യ ഈ നടപടിയിലൂടെ ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സായുധ സേനകളുടെ ആധുനികവൽക്കരണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ത്യ. കരസേന, വ്യോമസേന, നാവികസേന എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലുമായി സാങ്കേതിക മികവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ് രാജ്യം നടപ്പാക്കുന്നത്. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന അതിപ്രഹരശേഷിയുള്ള ആയുധങ്ങളും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചോതുന്നു. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് കരുത്തുപകരാൻ സമുദ്രശക്തിയുടെ വജ്രായുധമാകാൻ K4 മിസൈലുകൾ കൂടി എത്തുകയാണ്. ആഴക്കടലിൽ നിന്ന് വിക്ഷേപിക്കാനായി രൂപകൽപ്പന ചെയ്ത K4 ഇന്ത്യയുടെ സമുദ്രശക്തിയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ആണവ പ്രതിരോധത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ഈ കഴിവ് ഏതാക്രമണം നേരിട്ടാലും ശക്തമായ പ്രതികാരം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന ഉറപ്പാണ് നൽകുന്നത്. വിശാഖപട്ടണം തീരത്ത് അരിഹന്ത് ക്ലാസിലെ 2ാമത്തെ അന്തർവാഹിനിയായ INS അരിഘട്ടിൽ നിന്നാണ് K4 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ അന്തർവാഹിനിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി അണ്ടർ വാട്ടർ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഏറ്റവും പുതിയ പരീക്ഷണം അതിന്റെ പരമാവധി പ്രവർത്തന പരിധിയോട് അടുത്തായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. INS അരിഘട്ട് നാവികസേനയിൽ ഉൾപ്പെടുത്തിയതോടെ കര, വായു, കടൽ എന്നീ 3 തലങ്ങളിൽ നിന്നുള്ള ആണവായുധ വിക്ഷേപണ ശേഷി ഇന്ത്യക്ക് പൂർണ്ണമായി കൈവന്നു. ഇതോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ആണവ ത്രിരാഷ്ട്ര ശേഷിയുള്ള കുറച്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. ഇത് ഇന്ത്യയുടെ ആഗോള തന്ത്രപരമായ നിലപാടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതുമാണ്. K4 മിസൈലിനെയും ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തനായ ബ്രഹ്മോസിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പതിവായിരുന്നാലും രണ്ടും വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആയുധ സംവിധാനങ്ങളാണ്. ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. മാക് 5-ലേറെ വേഗത കൈവരിക്കുന്ന ഇതിന്റെ സ്വഭാവം തന്ത്രപരമായ പ്രതിരോധത്തിനായാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യ, റഷ്യ സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ തന്ത്രപരമായും യുദ്ധപരമായും ഉപയോഗിക്കുന്ന ഒരു ബഹുമുഖ ആയുധമാണ്. പരിധിയിലും ലക്ഷ്യത്തിലും K4 ബ്രഹ്മോസിനേക്കാൾ ഏറെ മുന്നിലാണ്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ തന്നെ ശത്രുദേശത്തിന്റെ ആഴങ്ങളിൽ ആക്രമണം നടത്താനുള്ള കഴിവ് ഇന്ത്യക്ക് നൽകുന്നതാണ് K4നെ അതീവ നിർണായകമാക്കുന്നത്. ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈൽ കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നത് അതീവ ദുഷ്കരമാണ്. അതിനാൽ തന്നെ ഏറ്റവും മോശം സാഹചര്യങ്ങളിലും ഇന്ത്യയുടെ പ്രതികാരശേഷി നിലനിർത്താൻ ഇവയ്ക്ക് സാധിക്കും. USA, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇതിനകം 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള SLBM ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ആണവ അന്തർവാഹിനികളിലും ആയുധമാക്കുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്തതാണ് K4 മിസൈലുകൾ. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ അന്തർവാഹിനിയിൽ നിന്നുള്ള വിക്ഷേപണം ഇന്ത്യയുടെ നാവികശേഷിയുടെ സുപ്രധാന നാഴികക്കല്ലാണ്. അതീവ രഹസ്യമായിട്ടായിരുന്നു INS അരിഘട്ടിന്റെ നിർമ്മാണം നടന്നത്. ഈ ആണവ മിസൈൽ അന്തർവാഹിനിയുടെ വിവരങ്ങളും പ്രതിരോധ മന്ത്രാലയം അധികം പുറത്തുവിട്ടിരുന്നില്ല. 6000 ടൺ ഭാരമുള്ള INS അരിഘട്ട് ഇൻഡോ പസഫിക് സമുദ്രമേഖലയിലെ 750 കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. 2018 ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യ ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് സേനയുടെ ഭാഗമാകുന്നത്. 2024 ഓഗസ്റ്റിൽ ദീർഘദൂര മിസൈൽ വാഹക ശക്തിയുള്ള INS അരിഘാതും സേനയുടെ ഭാഗമായി. അടുത്ത വർഷത്തോടെ 3ാമത്തെ അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്യാനാണ് സൈന്യം ഒരുങ്ങുന്നത്.